പോറ്റി എന്ന മഹാമാന്ത്രികന്റെ മനയിൽ പ്രവേശിച്ചാൽ പിന്നെ ടൈം ലൂപ്പിൽ പെട്ട പോലെയാണ്. കാലവും സമയവും അവിടെ നിശ്ചലമാകും. പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. കൊടുമൺ പോറ്റിയായി മമ്മൂട്ടി തിളങ്ങിയപ്പോൾ ഉള്ളിലെ ചാത്തന്റെ രൂപവും ശ്രദ്ധ നേടിയിരുന്നു. ബ്രഹ്മയുഗത്തിലെ ചാത്തനെ കണ്ടപ്പോൾ പലർക്കും തുമ്പാട് എന്ന ബോളിവുഡ് ഹൊറർ ചിത്രത്തിലെ ഹസ്തറിനെയും ഓർമ്മ വന്നിട്ടുണ്ടാകും. ബ്രഹ്മയുഗത്തിലെ ചാത്തൻ VFX ആയിരിക്കുമെന്നായിരുന്നു പ്രേക്ഷകർ കരുതിയിരുന്നത്. എന്നാൽ ചാത്തനെ നിർമ്മിച്ചത് VFXിലൂടെയല്ല. ഭയാനകമായ രൂപത്തിൽ ചാത്തനായി എത്തിയത് ഒരു ബാലതാരമാണ്. ആകാശ് ചന്ദ്രൻ എന്ന സ്കൂൾ വിദ്യാർത്ഥിയാണ് ചാത്തനായി ബ്രഹ്മയുഗത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ബോളിവുഡിലെ പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റായ പ്രീതി ഷീൽ സിംഗ് ആയിരുന്നു ചിത്രത്തിന്റെ ക്യാരക്ടർ ഡിസൈനർ. ബ്രഹ്മയുഗത്തിന്റെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ ആകാശ് ചന്ദ്രന്റെ ചിത്രം പ്രചരിക്കാൻ ആരംഭിച്ചത്. മമ്മൂട്ടിക്കൊപ്പം നിൽക്കുന്ന ആകാശിന്റെ ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടുള്ള ഫ്ലെക്സിന്റെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട്. ചാത്തൻ മാത്രമല്ല, പാണനെ പേടിപ്പിച്ച തെയ്യത്തിന്റെ രൂപത്തിലെത്തുന്ന ചാത്തനെ അവതരിപ്പിച്ചത് മറ്റൊരു നടനാണ്. റഫ്നാസ് റഫീഖാണ് തെയ്യത്തിന്റെ രൂപത്തിലെത്തിയത്. ഇതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വളരെ ചെറിയൊരു സ്പേസിലാണ് ചാത്തന്മാർ എത്തിയതെങ്കിലും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇരു ചാത്തന്മാരുടെയും ചിത്രങ്ങൾ വൈറലായിരിക്കുകയാണ്. 2024 ഹിറ്റ് സിനിമകളിൽ ഒന്നായി ബ്രഹ്മയുഗം മാറിക്കഴിഞ്ഞു. അതേസമയം രാഹുൽ സദാശിവന്റെ സംവിധാനത്തിലെത്തിയ ബ്രഹ്മയുഗം 60 കോടിക്ക് മുകളിലാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലെത്തിയ സിനിമയിലെ മമ്മൂട്ടിയുടെ ഗംഭീര പ്രകടനം പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കൊടുമൺ പോറ്റി എന്ന കഥാപാത്രമായി കരിയറിലെ ഏറെ വ്യത്യസ്തമായ വേഷമാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ അധികാരമോഹവും അത്യാർത്ഥിയുമാണ് സിനിമ ചർച്ച ചെയ്തത്. ഹൊറർ മിസ്റ്ററി ജോണറിൽ ഇറങ്ങിയ ഈ ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. മമ്മൂട്ടിയുടെയും അർജുൻ അശോകിന്റെയും സിദ്ധാർത്ഥ് ഭരതിന്റെയും മികച്ച പ്രകടനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ബ്രഹ്മയുഗം ആദ്യ ആഴ്ചയിൽ തന്നെ മികച്ച കളക്ഷൻ സൃഷ്ടിച്ചിരുന്നു. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമാൽഡ ലീസ്, മണികണ്ഠൻ ആചാരി എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. വൈനോട് സ്റ്റുഡിയോസിന്റെയും നൈറ്റ് ഷിഫ്റ്റിന്റെയും ബാനറിൽ രാമചന്ദ്ര ചക്രവർത്തിയും ശശികാന്തും നിർമ്മിച്ച ചിത്രത്തിൽ പ്രശസ്ത മലയാള സാഹിത്യകാരൻ TD രാമകൃഷ്ണനാണ് സംഭാഷണങ്ങൾ എഴുതിയത്. രാഹുൽ സദാശിവൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും എഴുതിയത്. അതേസമയം ഓരോ സിനിമയിലും കഥാപാത്രത്തിന് ആത്മാവ് നൽകുന്ന ലോകത്തിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളായി മാറിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി. കരിയറിൽ ഉയർച്ച താഴ്ചകൾ സംഭവിച്ച താരം ഇന്നും സ്വയം തേച്ചു മിനുക്കിയെടുത്താണ് ഓരോ കഥാപാത്രങ്ങൾക്കും ജീവൻ നൽകുന്നത്. സൂപ്പർ താര പദവി അഴിച്ചുവെച്ച് പകർന്നാടുന്ന മമ്മൂട്ടിയാണ് സിനിമകളുടെ നെടുംതൂണെന്നും പറയാം. ഏറെ ബുദ്ധിമുട്ടുള്ള കഥാപാത്ര സൃഷ്ടിയെ പോലും വളരെ അനായാസമായാണ് മമ്മൂട്ടി കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് പ്രേക്ഷകരെ ഇപ്പോഴും താരത്തിലേക്ക് അടുപ്പിക്കുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.